ഭക്ഷണ സാധനങ്ങൾ സ്വയം ഉൽപ്പാദിപ്പിക്കുന്നതിൽ മറ്റ് ജയിലുകൾക്ക് മാതൃകയാവുകയാണ് വിയ്യൂർ സെൻട്രൽ ജയിൽ. ജയിലിലേക്ക് വേണ്ട പച്ചക്കറിയുടെ 30% ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. പയർ, പടവലം, വെണ്ട, ചീര, കോവയ്ക്ക, പാവൽ, മഞ്ഞൾ, കൂർക്ക, വാഴ എന്നിങ്ങനെ വിവിധ ഇനം പച്ചക്കറികൾ. തീർന്നില്ല, പശുക്കൾക്കും പന്നികൾക്കുമായി പ്രത്യേക ഫാമുകൾ. പൂക്കൃഷി വേറെയും. ഇത്തവണ വിളവെടുത്തത് 5 ടൺ പച്ചക്കറികൾ, 1/2 ടൺ പൂക്കൾ, 5000 രൂപയുടെ വാഴയില, 2000 ലിറ്റർ പാൽ. വിയ്യൂരിലെ ഇക്കൊല്ലത്തെ വിളവെടുപ്പിന്റെ കണക്കാണിത്. നമുക്കറിയാം, ഈ ഒരു മാസം ഞങ്ങൾക്ക് ഇവിടെ ഏകദേശം 12 ലക്ഷം രൂപയുടെ പച്ചക്കറി മാത്രം വേണം. ഹോർട്ടികോർപ്പിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 30% എങ്കിലും ഞങ്ങളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് നേട്ടം. ഇപ്രാവശ്യം ഞങ്ങളൊരു 5 ടണ്ണിൽ മേലെ പച്ചക്കറി ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ ഈ കിഴങ്ങ് വർഗ്ഗ കൃഷികളും കപ്പയും ഈ കൂർക്ക തുടങ്ങിയ കാര്യങ്ങളും പടവലവും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ വൈവിധ്യമാർന്ന കൃഷി നമ്മൾ ചെയ്യുന്നുണ്ട്. 139 ഏക്കർ ജയിൽ കോമ്പൗണ്ടിൽ കെട്ടിടങ്ങൾ ഒഴികെയുള്ള സ്ഥലമൊക്കെ കൃഷിക്കായി മാറ്റിയെടുത്തു. അസുഖബാധിതരും അതിതീവ്ര സുരക്ഷാ സെല്ലിൽ കഴിയുന്നവരും ഒഴിച്ച് ബാക്കി എല്ലാ അന്തേവാസികളും കൃഷിപ്പണിക്കായി ഇറങ്ങുന്നു. കൃഷിക്ക് ആവശ്യമുള്ള ജൈവവളങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നു. മേൽത്തരം വിത്തും മറ്റ് സഹായങ്ങളും കൃഷി ഓഫീസിൽ നിന്ന് ലഭിക്കുന്നു. 200 അന്തേവാസികൾ ഇപ്പം വിയ്യൂർ സെൻട്രൽ ജയിലിനകത്തുണ്ട്. അവർക്ക് ആവശ്യമാകുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഒരു 30% ഞങ്ങളിപ്പോൾ നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഏകദേശം ഈ കഴിഞ്ഞ മാസം, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാസത്തിൽ ഏകദേശം 5 ടണ്ണിന് മേളിലായിട്ടുണ്ട് നമ്മുടെ ഉൽപ്പാദനം. 2021 കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ സംസ്ഥാനതല കർഷക അവാർഡ് വിയ്യൂർ ജയിലിനായിരുന്നു. പൊതുവിപണിയെ ലക്ഷ്യമിട്ട് കൃഷിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അടുത്ത കടമ്പ എന്ന് അധികൃതർ പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.